ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഭാഗവതത്തിൻ്റെ പ്രഥമസ്കന്ധം ഭാഗവതം കിളിപ്പാട്ട് അല്പം ഭാഗവത പാരായണം ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ആരംഭിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോർമഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവത്ര നാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം കേരള ഭാഷാഗാനം പ്രഥമസ്കന്ധം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശൗനകാദി മഹർഷിമാർ യാഗം തുടങ്ങിയപ്പോൾ ശ്രീ വേദവ്യാസീഷ്യനായ സൂതപൗരാണികനോട് ചോദിക്കുന്നത്, ആദിമൂല ശ്രീ പരമാനന്ദ സ്വതയിൽ നിന്നാദരാൽ ഉണർന്നിഴിഞ്ഞീടിനോരമൃതവും പാനം ചെയ്തനുദിനമാനന്ദ ജലസാദ മാനസപത്മദ്യങ്കൽ വാഴും മങ്കിളിപ്പെണ്ണേ. മാനുഷഭാവം വഴുതായി കഴിഞ്ഞിടും മുമ്പേ മാനസം തെളിഞ്ഞ് ദിവ്യാനന്ദ സ്വാഭാവികം സാധിപ്പാനുള്ളതായ സാധനമതേതെന്നുള്ളൂ. സാദരമത് ബാലെ കാലേ ചൊല്ലെന്നോടിപ്പോൾ ചൊല്ലുവാൻ അനേകമുണ്ടോരോരോ മുനീന്ദ്രന്മാർ ചൊല്ലിയ വേദാന്ത സാരാദികൾ ബഹുവിധം ചൊല്ലരുത്. അവയൊന്നും നമുക്ക് പുരാണങ്ങൾ ചൊല്ലുകന്നതും കേൾക്കുന്നുള്ളതും ചെയ്യാമല്ലോ. ചൊല്ലഴും പുരാണങ്ങളുള്ളവയെല്ലാറ്റിലും നല്ലത് ഭാഗവതമെന്നല്ലോ ചൊല്ലിക്കേൾപ്പൂ. പത്മാതിപുരാണങ്ങളൊക്കെയും നന്ന്, എങ്കിലും ആത്മതത്വത്തെ അറിഞ്ഞിടുവാൻ ഇതേ നല്ലൂ. ഓരോരോ ശാസ്ത്രങ്ങളിൽ മോക്ഷമാർഗങ്ങൾ ചെന്നത് ഓരോന്നേ നിരൂപിച്ചാൽ എളുതല്ല ഇത്രയൊന്നും. ഓരോരോ ജനങ്ങൾക്ക് മുക്തിമാർഗ തത്വങ്ങൾ ഓരോരോ വിധമദ്രേ കേവല സ്വഭാവങ്ങൾ എന്നതിലെല്ലാ വർണ്ണത്തിങ്കലും എല്ലാവർക്കും നന്നായി സാധിക്കാവോ എളുപ്പമുള്ളൂ നല്ലൂ. എത്രയും എളുതായി മുക്തിയെ ലഭിക്കുന്ന ഭക്തിമാർഗത്തെ പ്രതിപാദിപ്പാൻ വേദവ്യാസൻ ഉത്തമ ശ്ലോകചരിത്രങ്ങളും നാമങ്ങളും ഉത്തമധ്യാനങ്ങളും മിശ്രമായി വിശുദ്ധമായി ചമച്ചു ഭാഗവതം അതിങ്കൽ നിരന്തരം രമിപ്പാനായിട്ടത്രയും മറ്റുള്ള കഥയെല്ലാം അവിടെ ആദിശ്ലോകം മംഗലാചരണമായി കവിനായകൻ പ്രയോഗിച്ചത്. വേദവ്യാസൻ സർവജ്ഞനായി സർവജഗൽക്കാരണനായി സർവഭൂതങ്ങൾക്കെല്ലാം ജ്ഞാനത സ്വരൂപനായി അപരിച്ഛിന്നമായി പരമാനന്ദമായ പരമാത്മാവ് തന്നെ ധ്യാനിക്കായി വരേണമേ. ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനി നമഃ. സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, ഭാഗവതം പ്രഥമസ്കന്ധം ആരംഭിക്കുന്നത് നൈമിഷാരണ്യം എന്ന പുണ്യഭൂവിൽ വെച്ച് ശൗനകാദികളുടെ ചോദ്യത്തിനുത്തരമായി സൂത പൗരാണികൻ ഭാഗവതം ശൗനകാദികളാകുന്ന 84,000-ഓളം വരുന്ന ഒരു ഋഷി സമൂഹം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ശൗനകാദികളുടെ മുന്നിലേക്ക് നൈമിഷാരണ്യം എന്ന പുണ്യഭൂവിൽ വെച്ച് പുരാണങ്ങളൊക്കെയും പറഞ്ഞു കേൾപ്പിക്കുന്നു. കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെ
ഇപ്പം കലിയെ സന്തരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സത്സംഗം അവിടെ നടത്തപ്പെട്ടതെന്നാണ്. ഇപ്പം കലിയെ സന്തരണം ചെയ്യാൻ എന്താണ് മാർഗം എന്ന് ചോദിച്ചതിന് ഉത്തരമായിട്ട് ബ്രഹ്മദേവൻ ഉപദേശിച്ചതാണ്. അതായത് കലിയെ സന്തരണം ചെയ്യാൻ കലിയിൽ നാമസങ്കീർത്തനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ബ്രഹ്മദേവൻ ഉപദേശിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നൈമിഷാരണ്യം എന്ന പുണ്യഭൂവിൽ ഈ ഋഷീശ്വരന്മാരായ ശൗനകാദികൾ എത്തിച്ചേർന്ന് സൂത പൗരാണികനായിരിക്കുന്ന, അതായത് ഉഗ്രശ്രവസ് എന്ന് അറിയപ്പെടുന്ന ഈ സൂത പൗരാണികൻ ഈ ഭാഗവതം തുടങ്ങിയിട്ടുള്ള പുരാണങ്ങളൊക്കെ ഈ ശൗനകാദികൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ ആദിമൂല ശ്രീ പരമാനന്ദ സ്വതയിൽ നിന്ന് ആദരാൽ ഉണർന്നെഴുങ്ങിയിടിനോരമൃതവും പാനം ചെയ്ത് അനുദിനം ആനന്ദിച്ചലസാതെ മാനസപത്മത്തിങ്കൽ വാഴും വെങ്കിളിപ്പെണ്ണി എന്നാണ്. അപ്പം കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ ബ്രഹ്മാചാര്യനായിരിക്കുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന് തൻ്റെ മനസ്സിൽ കുടികൊണ്ടിരിക്കുന്ന ആ കിളിയോട് പറയുകയാണ്, ഈ ഭാഗവതം ആദിമൂലം ആയിരിക്കുന്ന ഈ പരബ്രഹ്മഭാവത്തിൽ തന്നെ ആരംഭിച്ചുകൊണ്ട് ഭാഗവതം കേൾപ്പിക്കണമെന്നാണ്. അപ്പോൾ അങ്ങനെ ഭാഗവതം ആരംഭിക്കുകയാണ്. ഇവിടെ ആ ആദിമൂല ശ്രീ പരമാനന്ദ സ്വതയിൽ നിന്ന് ആദരാൽ ഉണർന്നിഴിഞ്ഞിടിനോരമൃതവും. അപ്പോൾ ആദിമൂലം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്, ചരാചര വസ്തുക്കൾക്കും കോടാനുകൂടി ബ്രഹ്മാണ്ടങ്ങൾക്കും ആദിഭൂതമായതേതോ അതാണ് പരമാത്മഭാവം അല്ലെങ്കിൽ പരബ്രഹ്മം എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ആ ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ചതായിരിക്കുന്ന ഈ മഹത്തായിരിക്കുന്ന പരബ്രഹ്മഭാവത്തിൻ്റെ പ്രത്യക്ഷമായ സ്ഥൂല സ്വരൂപങ്ങളാണ് പ്രകൃതിയുടെ സൃഷ്ടി എന്നാണ്. അപ്പോൾ നിർഗുണ പരമാത്മഭാവത്തിൽ, അതായത് പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി ഭഗവാൻ ആ നാലിൽ ഒരംശം തൻ്റെ സഗുണ സ്വരൂപമായിരിക്കുന്ന മായയെ ചേർത്തുകൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടി നടത്തിയിരിക്കുന്നത് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ടൊക്കെ പറഞ്ഞിരിക്കുന്നത്, അതായത് നിർഗുണ സ്വരൂപമായിരിക്കുന്ന ഭഗവാന് സൃഷ്ടിസ്ഥിതിയോ ലയങ്ങളോ ഒന്നും തന്നെയില്ല. നിർഗുണഭാവമാണ്, നിരവധ്യനായിരിക്കുന്ന, നിരാശ്രയനായിരിക്കുന്ന ഏക പരബ്രഹ്മഭാവമാണ്. എന്നാൽ ആ നിർഗുണഭാവത്തിൽ നിന്നാണ് സഗുണ സ്വരൂപത്തിൽ ഭഗവാൻ അവതരിക്കുകയും ആ സഗുണാംശത്തെ തന്നെ സൃഷ്ടിസ്ഥിതി ലയങ്ങളെ ഭഗവാൻ തന്നെ നിർവഹിക്കുന്നു എന്നാണ് ഭാഗവതത്തിലൂടെ സഗുണ സ്വരൂപത്തിലെ ഭഗവാന്റെ അവതാര മഹിമകളിലൂടെയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്ന ഭാഗവതകാരനായിരിക്കുന്ന വ്യാസമഹർഷി. അതിവിടെ അതിനുദാഹരണം, അതായത് നിർഗുണനായിരിക്കുന്ന ഭഗവാൻ, അതായത് സഗുണ സ്വരൂപത്തിൽ എന്ന് അവതരിച്ചുകൊണ്ട് ഏകദേശം ഭാഗവതത്തിൽ 24 അവതാരങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് സനകാദികൾ മുതൽ, അതായത് ശ്രീകൃഷ്ണ പരമാത്മാവായിരിക്കുന്ന പരിപൂർണ അവതാരമായിരിക്കുന്ന ഭഗവാനും ശ്രീബുദ്ധനും കൽക്കി, അതായത് സനകാദികൾ, ഋഷഭദേവൻ, വാസുദേവൻ, അതേപോലെ തന്നെ ദശാവതാരങ്ങൾ മത്സ്യം, കൂർമ്മം, വരാഹം, പരശുരാമൻ, വാമനൻ, അതുപോലെ തന്നെ ദശാവതാരങ്ങളിലെ എല്ലാ അവതാരങ്ങളോടും ചേർന്ന് 22 അവതാരങ്ങൾ ഭാഗവതത്തിൽ പരമപ്രധാനമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ സഗുണ അവതാരം മൂർത്തിഭാവങ്ങളാണ്. അപ്പോൾ ഈ സഗുണഭാവങ്ങളിലൂടെ സ്ഥൂല സ്വരൂപത്തിൽ നിൽക്കുന്ന ഏതൊരു മനുഷ്യജീവനും ആ സഗുണ ആരാധനയിലൂടെ മാത്രമേ നിർഗുണഭാവമായിരിക്കുന്ന ഏക പരബ്രഹ്മഭാവമായിരിക്കുന്ന ഭഗവാനിലേക്ക്, പരബ്രഹ്മമായിരിക്കുന്ന പരമാത്മഭാവത്തിലേക്ക് ലയിച്ചു ചേരുവാൻ സാധിക്കുള്ളൂ എന്നതുകൊണ്ട് തന്നെയാണ് ഭാഗവതത്തിൽ സഗുണസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ, ശ്രീകൃഷ്ണ പരമാത്മാവിനെ വ്യാസമഹർഷി അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം 18,000 ശ്ലോകങ്ങളിലൂടെയും 335 അധ്യായങ്ങളിലൂടെയും 12 സ്കന്ധങ്ങളിലൂടെയുമാണ് ഭാഗവതത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷ സ്വരൂപമായിരിക്കുന്ന ഭാഗവതം ആ 4 അക്ഷരത്തിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്ന ഭകാരോ ഭക്തിവർദ്ധനം, ഗകാരോ ഗർവനാശനം, വകാരം വാക്വിശുദ്ധി, തകാരം തത്വദർശനം എന്നാണ്. അപ്പോൾ തത്വം എന്നതാണ് പരബ്രഹ്മഭാവം. ആ തത്വത്തെയാണ് ഭഗവാനെന്നും പരബ്രഹ്മമെന്നും ഒക്കെ വിളിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂലകൃതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പരമപ്രധാനമായി അവതരിപ്പിച്ചിരിക്കുന്ന ആശയങ്ങളെ
അതായത് 10 വിധ ലക്ഷണത്തോടു കൂടി കഴിഞ്ഞ ഒരു അധ്യായത്തിലും പറഞ്ഞതുപോലെ സർഗം വിസർഗം ജ സ്ഥാനം ഭോഷണമോദയ മന്വന്തരേ ഈശാനകഥ നിരോധം മുക്തിരാശ്രയ എന്ന 10 ലക്ഷണത്തോടു കൂടി തന്നെ അവതരിപ്പിച്ച് അപ്പോൾ ഭാഗവതം ലക്ഷണ സ്വരൂപമായി തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭാഗവതത്തിൽ അതായത് പരീക്ഷത്ത് രാജാവ് തന്നെ ശുകബ്രഹ്മർഷിയോട് ചോദിക്കുന്നത് ഒരാശയമുണ്ട്, എന്താണ് ഈ പരബ്രഹ്മമെന്ന്. അപ്പോൾ ബ്രഹ്മസ്വരൂപം എന്നാൽ എന്ത് എന്നാണ്. അപ്പോൾ ഭാഗവത പ്രഥമസ്കന്ധത്തിൽ തന്നെ ആദ്യം തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് സത്യജ്ഞാന അനന്ത ആനന്ദ അദ്വയ അമൃതപൂർണം സച്ചിത് പരബ്രഹ്മം സച്ചിത് ബ്രഹ്മാഖ്യം പരമാനന്ദ ഉപാസിച്ചേനെന്ന്. അപ്പോൾ സത്യജ്ഞാന അനന്ത ആനന്ദ അദ്വയ അമൃതപൂർണം സച്ചിത് ബ്രഹ്മാഖ്യം. അപ്പം ബ്രഹ്മം എന്നാൽ എന്ത് എന്ന് ചോദിച്ചതിന് ഉത്തരമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്ന സത്യമാണ്, അത് ജ്ഞാനമാണ്, അത് ആനന്ദമാണ്, അത് അനന്തമാണ്, അത് അദ്വൈതമാണ്, അത് അമൃതാണ്, അത് സച്ചിത്താണ്. ഇതിനെയൊക്കെയാണ് ബ്രഹ്മം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ്. അതാണ് ഭാഗവത ആരംഭം. അപ്പോൾ ഭാഗവത ആരംഭത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ബ്രഹ്മസ്വരൂപത്തെ സത്യവും ജ്ഞാനവും ആനന്ദവും അമൃതമാകുന്ന മരണമില്ലാത്ത അവസ്ഥയും ച്യുതിയില്ലാത്ത അവസ്ഥയും ഒക്കെയായി അവതരിപ്പിച്ചിരിക്കുന്ന മഹത്തായിരിക്കുന്ന സനാതനധർമ്മത്തിൻ്റെ പ്രതീകം ആണ് ഭാഗവതം. അപ്പോൾ ആ ഭാഗവതത്തെ ആശ്രയിച്ചുകൊണ്ട് ഭക്തിയിൽ പരമൊരു സിദ്ധിയില്ലേതുമേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭാഗവതത്തിൻ്റെ പ്രധാന ഉദ്ദേശം, ഭാഗവത പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈശ്വരനോടുള്ള പരമമായ അടുപ്പം, പ്രേമം, ഭഗവാനിൽ ഭക്തി ഉണ്ടാകുക. ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ പ്രപഞ്ചത്തിലെ സകല ചരാചര വസ്തുക്കളിലും ആ സ്നേഹവും വാത്സല്യവും ഉണ്ടാകുക. കാരണം എല്ലാ ചരാചര വസ്തുക്കളിലും ഭഗവാൻ തന്നെ അന്തര്യാമിയായിരിക്കും. സർവഭൂതേഷു അന്തര്യാമി സച്ചിദാനന്ദമയ എന്നാണല്ലോ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ആകുന്ന പരമാത്മഭാവം സകല ചരാചര വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ എന്ന പരമാത്മഭാവത്തോട് അടുപ്പം, വാത്സല്യം ഒക്കെ ഉണ്ടാകുമ്പം എല്ലാ വസ്തുക്കളിലോടും സകല ജീവന്മാരോടും സകല ചരാചരങ്ങളിലോടും ആ ആത്മഭാവം പ്രകടമാകും, പരമാത്മഭാവം പ്രകടമാകും എന്നാണ്.